ഓക്കെ വലിയ അടുത്തല്ല. പേഴ്സ്, ഫോൺ, ഹെഡ്ഫോൺ, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം. ഇന്നത്തെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞത് വൈകുന്നേരം 6 to 10. ഓക്കെ, നമുക്ക് ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇറാനി റെസ്റ്റോറൻറ്റ് പൂജപ്പുര അടുത്തന്നെ. പൂജപ്പുര എത്തി നമ്മൾ. വേറെ വിഷയങ്ങളൊന്നും ഇല്ല അല്ലേ? വിഷയം ഉണ്ടെങ്കിൽ അടിച്ച് റെഡിയാക്കി അവനാലും ശരി. ചുമ്മാ കിടക്കട്ടെ. ഇതൊക്കെ മാസമായിരിക്കും പറയുമ്പോൾ അത്ര തന്നെ. വേറെ വിഷയങ്ങളൊന്നും ഇല്ല. മനസ്സിലായോ? അതാണ് വിഷയം. എവിടെ കൊണ്ടാണ് വണ്ടി പാർക്ക് ചെയ്യാം? ഫുള്ളായിരിക്കണം എല്ലായിടത്തും. നമുക്കൊരു കാര്യം ചെയ്യാം. കരമ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത് നടന്നു പോയാൽ പൂജപ്പുരയിലോട്ട്. വേറെ വഴിയില്ല നമുക്ക്. ഓക്കെ, റീച്ച് പിക്കപ്പ് ലൊക്കേഷൻ റെഡി ആയിട്ടില്ല. വെയിറ്റിംഗ് ആണ്. എന്നാൽ എനിക്ക് പോകാൻ സ്ഥലം ഉണ്ടാവും. ഒന്നും അറിയുന്ന കാണാം. നടയാത്രക്കാർക്ക് മുഖ്യത്വം കൊടുക്കണമെന്നാണ് MEMVD പറഞ്ഞിരിക്കണത്. കടയോടെ അവിടെ കിടക്കണം. എൻ്റെ അഴകെன்ற சொல்லுக்கு മുറുക. 5228 പൊറോട്ട ചിക്കൻ ഷവായ് 5228. ഓക്കെ നമ്മൾ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ പേക്ഡ്. ചാടിക്ക സ്വദേശിയ ഗ്യാപ്പ് കിടക്കുകയാണ്. അണ്ണ വെയിറ്റ് ചെയ്യണം. ഒരു മിനിറ്റ്. അപ്പോൾ KSRTC ഇത്രയും വണ്ടികൾ ട്രിവാൻഡ്രം ഉണ്ടായിരുന്ന മനുഷ്യരെക്കാളും വണ്ടികളാണ് കൂടുതൽ ഈ ലോകത്ത്. വണ്ടി അവിടെ കിടക്കണം. കരമ കിടക്കല്ലേ? നടന്നു പോകാം. എവിടെ എൻ്റെ വണ്ടി കാണാതായ? ഉണ്ട്. ബൈസൺ നോക്കിയാണല്ലോ. പിന്നെ അല്ലോതാ. ഓക്കെ, അങ്ങനെ തന്നെ ബൈസൺ എപ്പോഴും ആക്റ്റീവാണ്. ഞാനാണ് ഭയങ്കര മടി. ബാഗ് തുറ പെട്ടെന്നാവട്ട്. സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 7:30 മണി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തമലാണ്. ഇവിടുന്ന് കറക്റ്റ് 2.1 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 7:30 മണി കഴിഞ്ഞിട്ടുണ്ട്. നീ അവിടെ 2.5 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 2.5 മണിക്കൂറിൽ എത്ര കേട്ടാൻ പോകണം? കൂടി പോയാൽ 400 കേട്ടു. 400 100 പെട്രോൾ പോയാൽ 300 കൈ വരും. വേസ്റ്റ്. നേരത്തെ ഇറങ്ങണമായിരുന്നു സുധീഷേ, 6 മണിക്കെങ്കിലും മിനിമം അല്ലേ? അത് വേറൊരു വർക്ക് ഉണ്ടായിരുന്നു, പ്രൊമോഷൻ്റെ വർക്ക് ഭാഗമായിട്ട്. അതിന് എഡിറ്റിങ്ങിലായിരുന്നു. എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ സമയമായിപ്പോയി. ശരി, കുഴപ്പമില്ല. അത് വർക്കല്ലേ, എല്ലാ വർക്കും നോക്കണ്ടേ നമ്മളല്ലേ? കൈ കിട്ടിയ വർക്കിൽ ചെയ്തുകൊണ്ടിരിക്കണം. പൈസകൾ കയറിക്കൊണ്ടിരിക്കണം അക്കൗണ്ടിനകത്ത്. ഇന്ന് 1 രൂപ ആണെങ്കിൽ അടുത്ത ആഴ്ച 10,000 വേണം. അത് അടുത്ത മാസം ആകുമ്പോൾ ഒരു 10 ലക്ഷം. അതിന് അടുത്ത മാസം ആകുമ്പോൾ 1 കോടി. അങ്ങനെ കോടികൾ കയറി നമ്മൾ സിദ്ധിക്ക് പറയും പോലെ 2 കോടി എടുക്കാൻ വേണ്ടി 5 കോടി ചിലവാക്കാൻ തയ്യാറാവണം. എനിക്ക് നഷ്ടപ്പെട്ട 3 കോടി വീണ്ടെടുക്കാൻ 5 കോടി മുടക്കാനും എനിക്ക് മടിയില്ല. ജൂൺ പോന ജൂലൈ കാട്ടേ, ജൂലൈ പോന ഓഗസ്റ്റ് കാട്ടേ. ഓരോ കാറ്റായിട്ട് വന്നുകൊണ്ടിരിക്കും. ഓരോ മാസമായിട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ അവിടെ തന്നെ നിൽക്കാൻ പാടില്ല. നമ്മൾ കയറിക്കൊണ്ടിരിക്കണം കേട്ടല്ലോ. 120 ഇല്ല, തുടങ്ങിയുള്ളൂ. 7 to 10 മണി വരെ. ചായ കുടിച്ചാ? പെട്രോൾ അടിച്ചിട്ടുണ്ട്. പൈസ വയർ ഫുള്ളായ വാവ വെച്ചുകൊണ്ട് ചുമ്മാ ഫുള്ളായ അടിക്കണം. 120 രൂപയ്ക്ക് എനിക്ക് 5 ലിറ്ററെങ്കിലും മിനിമം വേണം. അത് ശരിയാണല്ലേ? പൈസൻ്റെ വയർ കണ്ടാൽ അറിയാം നല്ല കഴിക്കുന്നുള്ളത്. ഓക്കെ, ഇവിടെ നേരെ പോയിട്ട് ലെഫ്റ്റിലാണ് പോകേണ്ടത്. കറക്റ്റ് 100 മീറ്റർ ദൂരമേ ഉള്ളൂ. ഇതുവഴി നേരെ പൂജപ്പുര പോകാൻ പറ്റില്ലോ. അതാണ് കസ്റ്റമർ. ഇവിടെയാണോ ഓർഡർ ചെയ്ത് സൊമാറ്റോ? ഓക്കെ പോകുന്ന ഫുഡ് ഡെലിവേർഡ്. അപ്പോൾ അടുത്ത നേരം ഇങ്ങോട്ട് പോകാൻ അലച്ചോണ്ടിരിക്കുകയാണ്. ഈ ഇറങ്ങി ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പൂജപ്പുര, റൈറ്റ് പോയി കഴിഞ്ഞാൽ വന്ന വഴി തമരം കയറി കുഞ്ചാറമൂട് പോകാം. എവിടെ ഓർഡർ അടിക്കുന്നതാണ് നല്ല വിഷയം. അപ്പോൾ ഇന്ന് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 28 ജൂലൈ 2026. ഈ ഡേറ്റ് ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകും. സംഭവം ജൂലൈ എന്ന് പറഞ്ഞാൽ ജൂൺ അറിയാതെ പറഞ്ഞു പോകും. അപ്പോൾ ആൾക്കാരൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാണോ നമ്മൾ ഡേറ്റ് മാറി പറഞ്ഞിരിക്കാനുള്ള കാര്യം. തമരം പള്ളിയുണ്ട്, സൂപ്പർ അല്ലേ? അടിപൊളിയായിരിക്കും കാണാൻ. ഓക്കെ, നമുക്ക് അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് കുമാർ കഫേയിലാണ്. കുറച്ച് ലോങ് ഓർഡറാണ്. കൊള്ളാം. ഒരു 7 കിലോമീറ്റർ പോകാനുള്ള ഓർഡറാണ്. ഇന്ന് ലൈറ്റായിട്ട് മഴ ഉണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത് വെതർ റിപ്പോർട്ടിൽ. കുറച്ച് ക്ലൗഡിയൊക്കെ വരുന്നുണ്ട്. റീച്ച് പിക്കപ്പ് ലൊക്കേഷൻ കുമാർ കഫേ റെഡി ആയിട്ടില്ല. വെയിറ്റിംഗിലാണ്. നീ വിളിച്ചെന്നില്ലേ? ഷിജു സൊമാറ്റോ വിളിച്ചായിരുന്നില്ലേ? നീ അല്ലേ വിളിച്ചത്? സുഖം തന്നെ. ഇങ്ങനെ പോണ് കണ്ടു കുറേ ദിവസമല്ലേ? ഇപ്പം ജോലി ഇറങ്ങല്ലേ പഴയ പോലെ? സ്വിഗ്ഗിയാ? ശരി, ഓക്കെ, നടക്കട്ടെ. ശരി, ബൈ. റെഡി വந்தாச்சு 6843 അല്ലല്ല 8643. ചപ്പാത്തി കടലക്കറി. ഇതാര്? ആണോ? ഓക്കെ, താങ്ക് യു. നമ്മൾ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യണോ? ഫസ്റ്റ് ടൈം മീറ്റിംഗ് ആണ് നമ്മൾ. ഓക്കെ ആരൊക്കെ നമ്മൾ ദിവസവും ആരെങ്കിലും കാണും. ചില ആൾക്കാരെ മറന്നു പോകും. അപ്പോൾ ഇങ്ങോട്ടൊന്ന് പറയും. ഇപ്പോൾ അന്ന് കണ്ട ഓർമ്മ ഉണ്ടാവും. അതാ ലൈവ് പോയിക്കൊണ്ടിരിക്കല്ലേ? ആണല്ലേ? അങ്ങനെ വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ അല്ലേ? ഓക്കെ ശരി ബ്രോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പേര് മറന്നു. സംഭവം എന്ന് പറയുമ്പോൾ ദിവസം കുറേ ആൾക്കാർ കാണാനില്ല. എൻ്റെ ബൈക്ക് എവിടെ വെച്ച് ഞാൻ അവിടെ ഇരിക്കണം. ഓക്കെ ബ്രോ, ബൈ. ചെയ്യുന്ന 2ാമത്തെ ഓർഡറേ ഉള്ളൂ. 7 മണിക്ക് ഇറങ്ങിയത്, ലേറ്റായിപ്പോയി. അല്ല 6 മണിക്ക് നോക്കിയപ്പോൾ വേറെ ജോലി ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ 7 മണി കറക്റ്റായിട്ട്. അപ്പോഴത്തേക്ക് ചുമ്മാ നിൽക്കേണ്ട വിചാരിച്ച് ഇറങ്ങിയാണ്. ഓക്കെ, പോന്നാ. നമുക്ക് സിഗ്നൽ വീണില്ല. എന്നാലും പയ്യെ കയറി പോവുകയാണ് ഇതുവഴി. നമുക്ക് സിഗ്നൽ എവിടെയാണ്? നമ്മൾ എവിടെ നിൽക്കുന്നത്? ഒന്ന് ഇപ്പുറത്തേക്കണം അല്ലെങ്കിൽ അപ്പുറത്തേക്കണം. നമ്മൾ അടുക്കുന്നത് എവിടെ കയറി പോകും. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് ആനയറ. ഇവിടെ നിന്ന് കറക്റ്റ് 6.2 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 7:58 ആയിട്ടുണ്ട്. 8 പറ 7:58. നമ്മളങ്ങനെ പേട്ട ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. പേട്ട മാർക്കറ്റ് റോഡ് എന്ന് പറയും. ഇവിടെ സിഗ്നൽ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ കയറിപ്പോകാം. കയറ് ഗ്യാപ്പ് കെട്ടി കയറിക്കോണം. നിൽക്കാൻ പാടില്ല കേട്ടല്ലോ. അല്ല ബൈസൺ, ഇടയ്ക്ക് ബൈസൻ്റെ ബാറ്ററി ചാർജ് പോയിട്ടാ. എൻ്റെ അമ്മ ഒരിക്കൽ വഴിയിലായി പറയാതെ. പിന്നെ ഒന്ന് ന്യൂട്രലാക്കിയിട്ട് തള്ളിയിട്ട് ഗിയറിട്ട് സ്റ്റാർട്ട് ചെയ്തെടുത്ത് പയ്യ. പെട്ടുപോയി. പിന്നെ ബാറ്ററിക്ക് വാറണ്ടി ഉണ്ട്, അതിന് കുഴപ്പമില്ല. പിന്നെ ഒരു പണി കിട്ടി. ബാറ്ററിക്ക് വാറണ്ടി കാർഡ് കാണാനില്ല. ഞാൻ നോക്കിയപ്പോൾ വീട് മൊത്തം അരിച്ച് പറക്കി. ഒരു രക്ഷയില്ല, സാധനം കിട്ടിയില്ല. അവിടെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വഴുതേക്കാട്ടിൽ അക്ഷയ ബാറ്ററി വിളിച്ച് ചോദിച്ചു ശിജുണ്ണൻ പറഞ്ഞ് സുധീഷ് ഇപ്പോൾ ബാറ്ററിക്ക് വാറണ്ടി കാർഡൊന്നും ഇല്ല, എല്ലാം ഓൺലൈൻ വഴി ആക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി, നമുക്ക് മൊബൈൽ നമ്പർ അടിച്ച് നോക്കിയിട്ട് ആപ്പ് വഴി എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വഴുതേക്കാട്ടിൽ അക്ഷയ ബാറ്ററിയിൽ പോയി അവിടെ പോയി ബാറ്ററി ഫുൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ബാറ്ററി പോയത് തന്നെ. പിന്നെ വേറെ പുതിയ ബാറ്ററി ഇട്ട് തന്നവർ തന്നെ സൂപ്പറായിട്ട്. വേറെ
വിഷയങ്ങളൊന്നുമില്ല, അടിപൊളി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് പോയാൽ മതി. ലൊക്കേഷൻ പറഞ്ഞത് നേരെ വഴുതക്കാട് കോട്ടയം സ്കൂളിൽ അവിടെ നിന്ന് ഇടപ്പഴിഞ്ഞോട്ട് പോകുന്ന വഴിക്ക് അക്ഷയ് പവർ സൊല്യൂഷൻ ആണ് കടയുടെ പേര്. മെയിനായിട്ട് ആമറോണിൻ്റെ ബാറ്ററിയാണ് കൂടുതൽ വിൽക്കുന്നത്, ബാക്കിയുള്ള ബാറ്ററി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കാറും ബൈക്കൊക്കെ ബാറ്ററി ചെയ്യുന്ന വഴിയിലായി കഴിഞ്ഞാൽ ഇവരെ വിളിച്ചാൽ മതി, സൈറ്റിൽ വന്ന് ഇവർ ബാറ്ററി മാറി തരും. നല്ല സർവീസാണ്, നല്ല ഹമ്പിളാണ് ആൾക്കാരൊക്കെ. അപ്പോൾ ആർക്കും ആവശ്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ കമോൺ ഗൈസ്, കറക്റ്റായിട്ടാണ് പേര് മറക്കല്ല, അക്ഷയ് പവർ സൊല്യൂഷൻ. വേണമെങ്കിൽ ലൊക്കേഷൻ വേണമെങ്കിൽ താഴെ ഇട്ടിരിക്കാം ഡിസ്ക്രിപ്ഷനിൽ. ഈ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ തെറ്റിപ്പോണം, എന്തുകൊണ്ട് അങ്ങനെ ഡിസ്ക്രിപ്ഷൻ സബ്സ്ക്രിപ്ഷൻ ഇതൊക്കെ പറയുമ്പോൾ വായിക്കാത്ത നാക്ക് ഉളുക്കി പിടിക്കുകയാണ്. മണ്ണാങ്കട്ടി വാക്കളി എവണ്ടാ ഉണ്ടാക്കിയതൊക്കെ. സുവിച്ച് നമ്മളെ പ്രൊമോഷൻ പറഞ്ഞില്ലല്ലോ, അത് പിന്നെ പറയാം, എല്ലാം കൂടെ പറഞ്ഞ എല്ലാ കടിക്കും. എന്താ വാനം പെരുസുതാ, ഭൂമി പെരുസുതാ, ബൈസൺ പെരുസുതാ, ബാറ്ററി പെരുസുതാ. ബൈസൺ എങ്ങനെയുണ്ട് പാട്ട്? സൂപ്പർ ചളു. ഇതൊക്കെ ചളുവായില്ലേ നമ്മളൊക്കെ, കൊള്ളാം. നല്ല കടൽക്കാറ്റിൻ്റെ മണം കേട്ടാ. എവിടെ നിന്ന് പറഞ്ഞത് ഇതൊക്കെ? കടൽക്കാറ്റിൻ്റെ മണം അടിച്ചാൽ മഴ പെയ്യുന്നതാണ് പറയണത്. ആര് പറയണത്? ഞാൻ പറയണത്. എത്തി ലെഫ്റ്റ് ഒതുക്കിയിട്. ഇത് തന്നെ വീട് ആയിരിക്കാം, ചിലപ്പോൾ അല്ലാതിരിക്കാം. ഇവിടെ തന്നെ വീട്ടുപേര് അക്ഷരം. ഹലോ, സൊമാറ്റോ ആണേ. ഓക്കെ പോകാം. അങ്ങനെ ഐശ്വര്യമായിട്ട് 2ാമത്തെ ഓർഡർ ഡെലിവേർഡ്. അത്രേ ഉള്ളൂ, കട്ടാക്കി നിൽക്കണം. ശരി, ഇപ്പോൾ നേരെ എങ്ങോട്ട് പോകാം? നേരെ പേട്ടയിലോട്ട് പോകാം. അവിടെ പോയി അടുത്ത ഓർഡർ അടിച്ച് എങ്ങോട്ടെങ്കിലും പോകാം. കമോൺ ഗൈസ്, വണ്ടി പറഞ്ഞാൽ നോക്കില്ലല്ലോ. ഇല്ല പോട്ടെ. മോളുണ്ടോ, നിലാവുണ്ടോ? നല്ല വിളിച്ചോല്ലേ, പൗർണമി ആവറായി. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ജും പാരൻ റെസ്റ്റോറൻറ്റാ, ലുലു മാളാം. ഓഹോ, ഇതാണ് നീ പിടിക്കാത്തത്. ലുലു മാളൊക്കെ അടിച്ചാൽ ലോങ് അല്ലേ? എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യണോ? ഡബിൾ ഓർഡറാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്യാൻസൽ ചെയ്ത് ഇൻസെൻറ്റീവ് പോകും. ഒരു ഓർഡർ ക്യാൻസൽ ചെയ്യാൻ പറ്റുമായിരുന്നു. ശരി, അക്സെപ്റ്റ് ചെയ്യും, വേറെ വഴിയില്ല, പോയാൽ പറ്റും. നമ്മളങ്ങനെ ഹൈവേ എത്തിയിട്ടുണ്ട്. എന്നാൽ കയറട്ടെ, കുഴപ്പമൊന്നുമില്ല. അവിടെ നാല് സ്പീഡിൽ വരണോ? പറഞ്ഞൊക്കെ തന്നെ വരണല്ലേ. എന്നാൽ ഞാൻ കയറാൻ പോവുകയാണ്, എന്നെ ഇടിക്കില്ല ആരും, കേട്ടല്ലോ. നീ പറക്കാം, ഹൈവേ അല്ലേ, 2 ചിറകുണ്ടെങ്കിൽ പറന്ന് ടേക്ക് അവേ എടുക്കായിരുന്നു. പക്ഷേ ടേക്ക് അവേ ഇല്ലോ. എന്ത് പറയും എൻ്റെ പ്ലെയിന് പറക്കണ എൻ്റെ പേര്? ടേക്ക് ഓഫ്. ടേക്ക് അവേ. ഈ സൊമാറ്റോയിൽ വർക്ക് ചെയ്ത് ഇപ്പം നോക്കിയാൽ ടേക്ക് അവേ, ഓർഡർ എടുക്കണം, പിക്കപ്പ് എടുക്കണം എന്ന് വായിക്കാത്ത വാക്കുകൾ വന്നുകൊണ്ടിരിക്കണം എപ്പോൾ നോക്കിയാൽ. ലുലു മാൾ വന്നാച്ച്, ലുലു ഹൈപ്പർ മാർക്കറ്റ്. വലിയ തിരക്കില്ല. കൂടാരങ്ങൾ, സർക്കസ് കമ്പനിയാണ്. സർക്കസ് തന്നെ ഇവിടെ. എന്താണ് സംഭവം ഇവിടെ? കാബൂളി വാലയിൽ പറയും പോലെ ഗ്രൗണ്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പം ഗ്രൗണ്ട് കണ്ട അപ്പ കണ്ണടിച്ച് വീഴും. ഇങ്ങനെ ഗ്രൗണ്ട് കണ്ട ആക്രാന്തമുള്ള മനുഷ്യജീവികളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഓക്കെ പൈസ, ഞാൻ എപ്പം പോയിട്ട് 10 മിനിറ്റ്, 10 അല്ല 20 മിനിറ്റ് ആവും. ലുലു മാളല്ലേ. ഓക്കെ, ഓർഡർ പിക്ഡ്. സംഭവം കുഴപ്പമില്ല. പാരൻ റെസ്റ്റോറൻറ്റിൽ പോകേണ്ട ആവശ്യമില്ല. ലിഫ്റ്റ് കയറി അവിടെ തന്നെ അവിടെ സെക്യൂരിറ്റി ഉണ്ട്. അവിടെ പോയി ചോദിച്ച് വാങ്ങിച്ചാൽ മതി, വിഷയമില്ല. ഇതൊക്കെ പെട്ടെന്ന് പറ്റും. ചില റെസ്റ്റോറൻറ്റ് അങ്ങ് അകത്ത് വരെ പോകണം. എൻ്റെ ബൈക്ക് എവിടെ വെച്ചാൽ അവിടെ അകത്ത് പോകുമ്പോൾ 500 മീറ്റർ നടക്കേണ്ടിരിക്കും. അതാണ് സമയം എടുക്കുന്നത്. ബൈസൺ എവിടെ നീ എടുക്കുന്നത്? കാണാനില്ലേ? ഇവിടെ ഉണ്ടാ. എൻ്റെ അമ്മ, ബൈസൺ ഒരു രക്ഷയിലാണ്. എന്തൊരു ലുക്കൂടെ അതായത് ഈ ഒരു സ്പോട്ട് വെച്ച് കാണാനേ വേറെ ലെവലായിരിക്കണം. മതിയാണ് ചുമ്മാ ദിവസം ലുക്ക് എന്ന് പറഞ്ഞ് കേട്ട് ബോറടിച്ച് വേറെ എന്തെങ്കിലും മാറ്റി പറയാം. വേറെ അങ്ങനെ പറയാൻ ആലോചിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പറഞ്ഞത്, ഫസ്റ്റ് പോകേണ്ട ലൊക്കേഷൻ പറഞ്ഞത് കുളത്തൂർ. ഇവിടെ നിന്ന് 3.8 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 8:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രൊമോഷൻ പറയാൻ സമയമായിട്ടുണ്ട്. എൻ്റെ സ്വന്തം പ്രൊമോഷനാണ്, എൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ടൊന്ന് പറഞ്ഞിട്ട് 30 സെക്കൻഡ് പ്ലീസ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. സ്കൂട്ടർ മുതൽ ലോറി വരെ, പ്രൈവറ്റ് ആൻഡ് കമേഴ്ഷ്യൽ എല്ലാ ടൈപ്പ് വണ്ടി നല്ല അഫോർഡബിൾ റേറ്റിൽ. ബാക്കിൽ നിന്ന് വണ്ടി പയ്യെ എല്ലാ ടൈപ്പ് വണ്ടി നല്ല അഫോർഡബിൾ റേറ്റിൽ സൂപ്പറായിട്ട് ചെയ്തു തരും. അതേപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള എല്ലാ ബെനിഫിറ്റും അടങ്ങിയ നല്ല പാക്കേജിൽ, അതും കുറഞ്ഞ റേറ്റിൽ സൂപ്പറായിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. വേറെ ഇൻഷുറൻസ് മാത്രമല്ല, ഒരു ക്ലൈമിൻ്റെ ആവശ്യം വരാൻ നേരത്തെ ഞങ്ങൾ സൈഡിൽ നിന്ന് ഫുൾ സപ്പോർട്ട് എപ്പോഴും നിങ്ങളെ കൂടെ കാണും. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് DM ചെയ്താൽ മാത്രം മതി, എല്ലാം സെറ്റാക്കി തരാം. ഓക്കെ, നമുക്കിടെ ഹൈവേ വഴി കയറി പോകായിരുന്നു. പക്ഷേ ഈ കയറ്റം കയറി ഇറക്കാകുമ്പോഴേ ഇവിടുന്ന് കാണാൻ വ്യൂ ഉണ്ടല്ലോ, വാ എന്ത് രസം കണ്ട. റൈറ്റിലാണ് പോകേണ്ടത്. ഇവിടെ തന്നെ റൈറ്റ്, ഇതല്ല അപ്പുറത്ത് റൈറ്റ് പോകണം. ഈ റൈറ്റാണ്. ഓക്കെ റോഡ് കൊള്ളാം. എങ്ങനെയുണ്ട്? സൂപ്പർ റോഡാണ് കേട്ടോ. നടുക്ക് പിടിച്ച് പോയാൽ മതി, ആവശ്യമില്ല. 2 സൈഡ് കുഴി എന്ന് പറയാൻ പറ്റില്ല, ഒരു കട്ടർ പോലെ. വാവ് സൂപ്പർ നൈസ്. എന്തുകൊണ്ടാണ് പറയുന്നത്? എൻ്റെ 2 കാല് വേദനിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ റോഡ് അങ്ങനെ ആയിപ്പോയി. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ഇതാ നേരെ പോയിട്ട് റൈറ്റിലാണ് കാണിക്കണം മാപ്പ്. മുടുക്കിൻ്റെ അകത്താണ് കേട്ടോ കസ്റ്റമർ ലൊക്കേഷൻ. അങ്ങോട്ട് വണ്ടി പോവില്ല. പൈസ പോകും നീ? ഞാനേ പറന്ന് പോകും. എന്ത് പറയുന്നു? ചെറിയ മുടുക്ക് നടന്ന് പോപ്പാ. ശ്രാവൺ അല്ലേ? സുധീഷാണ്. 2 ഓർഡർ ഉണ്ടേ, പിടിക്കാമോ? ഓക്കെ ശരി. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അതും ഡബിൾ ഓർഡർ തന്നെ. സംസം റെസ്റ്റോറൻറ്റാ. അത് ചെറിയ ഓർഡർ ആയി. ഡബിൾ അടിക്കുമ്പോൾ 150 അടിക്കണ്ടേ? എവിടെ? അങ്ങോട്ട് അകത്തുകൂടെ അങ്ങനെ കറങ്ങി പോകണോ? ഓർഡർ എടുക്കാൻ പോകണം. ഓർഡർ സൊമാറ്റോ. ഇപ്പോൾ എടുത്ത് വരും. ഇവിടെ വയ്ക്കാൻ പറ്റില്ലേ? അവിടെ കേട്ടോ, അങ്ങോട്ട് വയ്ക്കാൻ പറ്റൂലെന്ന് പറയുകയാണ്. ഇപ്പോൾ എന്ത് ചെയ്യാൻ? വണ്ടി പാർക്കിയാണ് മെയിൻ വിഷയം ഇവിടുത്തെ. അകത്തുകൊണ്ട് പാർക്ക് എടുക്കാൻ പാടല്ലേ? നമ്മളിപ്പോൾ പോകില്ല, 5 മിനിറ്റ് ആവില്ല. മണ്ണാങ്കട്ടി. ഇവിടെ പാർക്ക് ചെയ്യാം. എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. സൗണ്ട്
ചെയിൻ സ്പ്രോക്കറ്റ് പോയിട്ടോ. അപ്പോൾ സൗണ്ട് കണ്ടോ അടിപൊളിയില്ലേ. ആ സംഭവം RX-100 ഒന്നുമില്ല ഇതിന് മുമ്പിൽ കണ്ട സൗണ്ട് കണ്ടോ. ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ. റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടുണ്ട്, 2 ഓർഡർ റെഡിയായി. ഇനി കറങ്ങി പോകണമല്ലോ. നടുക്കൊണ്ട് ആളതൊക്കെ വെച്ചത് ഡിവൈഡറൊക്കെ ഉണ്ട്. ഡിവൈഡറിൽ എന്തോ ഗാർഡനോ കറങ്ങിപ്പോ. എന്തൊക്കെ കറങ്ങിട്ടിരിക്കണേ. കറങ്ങി ഒരു പരുവോ. വിശക്കണം നല്ല മാടിക്കണം ബിരിയാണിയിൽ. ഇവിടെ വരാല്ലേ, ഇവിടെ കൂടെ പാർക്ക് ചെയ്യാൻ പറ്റൂല. 7432 ചിക്കൻ ഷവർമ കുബൂസ് ചിക്കൻ സെസർ സലാഡ് 6119 ഹാഫ് ഗോബി മഞ്ചൂരിയൻ കോംബോ. ഓക്കെ, അങ്ങനെ 2 ഓർഡർ പിക്ഡ്. ഓക്കെ, പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് കറക്റ്റ് 850 മീറ്റർ ദൂരമേ ഉള്ളൂ. കുളത്തൂരിലാണ് ഇപ്പം നിൽക്കുന്ന സ്ഥലം. കുളത്തൂരിൽ നിന്ന് കുളത്തൂരിലോട്ട് പോകണം. അത്ര തന്നെ. അടിപൊളി മല കയറുമ്പോൾ കേട്ടോ. കൊടക്കാനൽ ഊട്ടി പോകുമ്പോൾ അടിപൊളി. നോക്ക് വ്യൂ നോക്ക്. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. പൈസ നോക്കിക്കൊണ്ടിരിക്കാതാ. ഞാൻ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് വണ്ടി പോകും, കുഴപ്പമുണ്ടോ? ഓക്കെ, ലൊക്കേഷൻ തറായിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റിലാണ് പോകേണ്ടത്. തൊട്ടടുത്തിന് നടന്നൊന്നും വാങ്ങിയാന്നേ ഉള്ളൂ കസ്റ്റമറിന്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ വരുമാനം പോലും സുതീഷേ. അതല്ല ഒരു വീട്ടു പേര് ദേവരാഗമേ. ഇവിടെയാണോ ഓർഡർ ചെയ്താ? ഓക്കെ അതെയാണല്ലോ. ഓക്കെ ഓർഡർ ഡെലിവേർഡ്. പോന്നാ ശരി, ബാക്കിലോട്ട് പോകാം. ഇപ്പോൾ ചെറുവയ്ക്കൽ ശ്രീകാര്യം ഇവിടെ കറക്റ്റ് 2.8 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 9 മണി ആയിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ ബാക്കി സമയമുണ്ട്. ആ 1 മണിക്കൂറിൽ 3 ഓർഡർ അടിക്കാൻ പറ്റുമായിരിക്കും. കുഴപ്പമില്ല, ഓർഡർ അടിക്കുന്നു. ഏണിങ്സ് കയറുന്ന അറിഞ്ഞൂടാ. ഇൻസെൻറ്റീവ് അടിക്കും ഉറപ്പാണ്. കാരണം ഇത്രയും ഓർഡർ ആയിരിക്കുമല്ലേ. കാറെണ്ണ ഒന്ന് മാറെണ്ണ. ലെഫ്റ്റ് കയറി പൊയ്ക്കോട്ടൊന്ന്. അവിടെ ബൈക്കെണ്ണം നിൽക്കണം. ബൈക്കെണ്ണ നിങ്ങളൊന്ന് ഇങ്ങോട്ട് വാ എണ്ണ. അവിടെ കയറി നിൽക്കാതെ ലെഫ്റ്റ് ഫ്രീ ആണ്. എന്തിനെണ്ണ കാണിക്കണത് ഇതൊക്കെ? എൻ്റെ ശിവനെ, ഇത് ആ ജില്ല അത് ഫുൾ കാട് ഇങ്ങോട്ട്. എൻ്റെ അമ്മോ, ഇതെന്തോ ഇത് സംഭവം. മമ്മൂട്ടിയെ ബ്രഹ്മയോഗം പോലെ കേട്ടാ. ഇത് ഇങ്ങോട്ടാണ് പോണത്. ആരാണ് ബുക്ക് ചെയ്തതൊക്കെ? പക്ഷെ ആരാണ് ഓർഡർ ചെയ്ത്? എൻ്റെ അമ്മോ, ഇങ്ങനത്തെ ഏരിയയിലൊക്കെ ഓർഡർ അടിക്കുമ്പോൾ പകലാണ് കുഴപ്പമില്ല, ഉഗ്ര സീനറി ആയിരിക്കും. രാത്രിയൊക്കെ വരുമ്പോൾ ഫുൾ ഹോറർ ആയിരിക്കും. നോക്ക് ഇങ്ങോട്ട് ഫുൾ കാട്. ഇത് ഇവിടെ നിന്ന് റൈറ്റാണോ? റൈറ്റൊക്കെ വഴി ഉണ്ടാണോ? അയ്യോ ഓ ബൈസൺ എങ്ങനെ ഉണ്ട്? നല്ല സുഖം, സൂപ്പർ ആയിക്കണം. അവിടെ റൈറ്റ് കാണിക്കണം. അമ്മാവൻ തന്നെ. ഇവിടെ അല്ലേ ഓർഡർ ചെയ്താ? ഓക്കെ ശരി. ഇപ്പം കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 52 രൂപയാണ്. ഇത്രയും കഷ്ടപ്പെട്ടതൊന്നും ഇത്രയേ ഉള്ളൂ. പക്ഷേ വേറെ വഴിയുണ്ട്. ഇങ്ങോട്ട് പോകും. അതൊക്കെ ഡെഡ് എൻഡ് ആയിരിക്കും. പോകണ്ട, വന്ന വഴി പോ. സെൽഫി ഓട്. ചുമ്മാ സെൽഫി ചോദിച്ചാൽ ആവശ്യമില്ല. ഒരു കാര്യമില്ല. നമ്മളാണെന്ന് അറിയാതെ പിന്നെ എന്ത് ചോദിക്കണം? ചുമ്മാ ഇനി അതിൻ്റെ കുറവേ ഉള്ളൂ. കുട്ടിപ്പൂച്ച ഇവിടെ ഓർഡർ ഇങ്ങ് വാ, കൊഞ്ചിട്ട് പോ. എനിക്ക് ഈ കുട്ടിപ്പൂച്ചയും കുട്ടിപ്പട്ടിയും കാണുമ്പോഴേ നമ്മളെ മക്കളെ ഓർമ്മ വരും. അത് സംഭവം എന്ന് പറയുമ്പോൾ ഈ പിള്ളേർ കാണിക്കുന്നത് ഈ കുട്ടിപ്പൂച്ചകൾ പട്ടികൾ കാണിക്കാൻ ഒരുപോലെയും വികൃതികളും ചേഷ്ടകളും പിന്നെ അതേപോലത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, ക്യൂട്ട്നെസ് ഒക്കെ. അങ്ങനെയാകുമ്പോൾ നമുക്ക് കണക്റ്റ് ആവും നമ്മളെ പിള്ളേരുമായിട്ട്. ഓക്കെ, നമുക്ക് അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് ബാർബിക്യൂ സ്പേസ് റെസ്റ്റോറൻറ്റ് കുമാരപുരം. ആക്സെപ്റ്റ് കൂടെ അങ്ങോട്ട് പോകണ വഴിയാണ്, കുഴപ്പമില്ല. ഇവിടെ നിന്ന് 3.4 കിലോമീറ്റർ ദൂരം പിക്കപ്പാണ്. ഡ്രോപ്പ് 1.5 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടെ മൊത്തം ഒരു 5 കിലോമീറ്റർ ഓട്. കിട്ടുന്നത് 35 രൂപയാണ്. റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ 7033 ഇത് തന്നെ സംഭവം. നല്ല വലിയ ഓർഡറാണ്. ജമൈക്കാൻ ബീഫ് അൽഫാം മന്തി 3 പേക്ഡ്. നമ്മൾ പോകേണ്ടത് അങ്ങോട്ടാണ് കേട്ടോ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ മതിയായിരുന്നു. പിന്നെ ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം കുറവായിരുന്നു, അവിടെ പാർക്ക് ചെയ്തത്. ഓക്കെ, പോകുന്നത്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് വെൺപാലവട്ടമാണ്. ഇവിടെ കറക്റ്റ് 1.6 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 9:30 മണിയായി. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഓർഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ഇനി ഒരു ഓർഡർ എടുക്കാൻ സമയമുണ്ട്. ഓക്കെ, ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ഇതിനകത്താണ് ഫ്ലാറ്റ് പറഞ്ഞത്. ഇത് ഫ്ലാറ്റാ? ഇത് ഫ്ലാറ്റ് പോലെ തോന്നുന്നില്ല ചോദിച്ചേ. ഇവിടെ തന്നെ ഓസ്കോ ബിൽഡിംഗ്. ഇതിൻ്റെ അകത്താണ് പറഞ്ഞത്. അപ്പം ഓസ്കോ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡാണ് ഫ്രണ്ട് സൈഡാണ്? അവിടെ നിന്നുണ്ടല്ലോ, അവിടെ നിൽക്കാം. ഐ വിൽ കം എന്ന് കസ്റ്റമർ പറഞ്ഞ് ഇംഗ്ലീഷിൽ. പുള്ളി ഹിന്ദിക്കാരാണെന്ന് തോന്നുന്നത്. സമയക്കൊണ്ടിരിക്കുകയില്ല എണ്ണ, അതല്ല വിഷയം. ശരി, വെയിറ്റ് ചെയ്യാം. ക്യാഷ് ഓൺ ഡെലിവറിയാണ്, വലിയ പേയ്മെൻറ്റാണ്. പോയിക്കളയില്ലേ. ക്യാഷിൻ്റെ ആവശ്യമുണ്ട്. കസ്റ്റമറിനെ കാണാമല്ലോ, എവിടെ പോയി? ഇവിടെയാണ് മാപ്പ് ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത്. കസ്റ്റമറിനെ കാണാനില്ലല്ലോ. 1 മണിക്കൂർ ആയല്ലോ. 1 മണിക്കൂറിൽ 10 മിനിറ്റ് ആയി. ഐ വിൽ കം എന്ന് പറഞ്ഞ ആൾക്കാർ കാണാനില്ല. ഞാനാണെങ്കിൽ തുപ്പാക്കി സിനിമയിൽ വിജയെ പോലെ ആയാം വെയിറ്റിംഗ് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇതെവിടെ പോയി? മെസ്സേജ് അയച്ചിരിക്കണം. വേറെ അറിയുന്നു. കസ്റ്റമർ എവിടെ വയ്ക്കണം? 4D സംഭവം. ഓസ്കോ ബിൽഡിങ്ങിൻ്റെ അകത്ത് വരാൻ പറഞ്ഞു. സെക്യൂരിറ്റി ക്യാബിൻ്റെ ഇതിലെ സെക്യൂരിറ്റി ക്യാബിന്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ടാണോ? ഇവിടെ നേരത്തെ വന്ന പാടില്ലായിരുന്നല്ലോ. ഇവിടെ ആരും കണ്ടില്ലല്ലോ. മാപ്പ് കറക്റ്റ് തന്നെയാണ്. നോക്കുന്നു ഇവിടെ. ഇത് എവിടെയാണ് ലൊക്കേഷൻ പറഞ്ഞത്? കസ്റ്റമർ വച്ച ലൊക്കേഷൻ മാറി കേട്ടോ. സംഭവം വേറെ ഒന്നുമില്ല. ഇവിടെയാണോ? എവിടെണ്ണാ നിൽക്കണം നിങ്ങൾ? ഓസ്കോ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് എവിടെ കൊണ്ട് എന്തോന്നത്? 1 മണിക്കൂർ ആയാലും എവിടെ പോയി തപ്പിടും കസ്റ്റമറിനെ? ഒന്ന് കസ്റ്റമറാണെങ്കിൽ ഹിന്ദിയാണ്, അതാണ് വിഷയം. ഇതാണോ? ശരി, ഒന്ന് വിളിച്ചു നോക്കാം. വേറെ വഴിയില്ല. ഇതാണ് ഓസ്കോ ബിൽഡേഴ്സ്. ഓർഡർ ചെയ്തോ? സൊമാറ്റോ ഓർഡർ ചെയ്താണോ? സൊമാറ്റോ ഓർഡർ ചെയ്താ? ഇല്ലല്ലോ. ഓസ്കോ ബിൽഡേഴ്സ് ഇതാ നിൽക്കണം. ആ പുള്ളിയാണെന്ന് തോന്നുന്നു കസ്റ്റമർ. സംഭവം ഓസ്കോ ഫ്ലാറ്റ് ലൊക്കേഷൻ വെക്കണതിന് പോരാ അവിടെ വെച്ചേക്കണത്. ഓസ്കോ ബിൽഡിങ്ങിൻ്റെ ഓഫീസ്. ഇവിടെ ഓർഡർ ചെയ്തോ സൊമാറ്റോ? ഇത് ഓക്കെ. ഇത് ഓസ്കോ ബിൽഡിംഗ് ഓഫീസ് മാപ്പ് ലൊക്കേഷൻ. അപ്പുറം 1.1 കിലോമീറ്റർ ദാറ്റ് സൈഡ്. ഇത് ഓസ്കോ ഫ്ലാറ്റ്.
കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. ഞാൻ ഇത് ഗൂഗിൾ നോക്കി, ഗൂഗിൾ സെർച്ച് നോക്കിയപ്പോൾ കിട്ടിയത്. ഓക്കെ. ക്യാഷാ ഗൂഗിൾ പേയാ? ക്യാഷാ 137 1371. നെക്സ്റ്റ് ടൈം ഓർഡർ ചെയ്യുമ്പോൾ വച്ചാൽ മതി ലൊക്കേഷൻ കറക്റ്റായിട്ട്. ഓക്കെ. നോട്ടെ 90 ബാക്കി തരാം. താങ്ക് യു. വെയിറ്റ് ഉണ്ട്, അടി പിടിച്ചോളാം. ഓക്കെ ശരിയാ. വല്ലാത്ത ഓർഡറായി പോയിട്ടാ. പിന്നെ എൻ്റെ ഒരു മിടുക്ക് കൊണ്ടാണ് സത്യം പറഞ്ഞ് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത്. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ കറങ്ങി നിൽക്കേണ്ട തന്നെ. എല്ലാം ടെക്നോളജി കണ്ട. ഭാഷ അറിഞ്ഞൂടെങ്കിലും നമുക്ക് ചില ഐഡിയ ഒക്കെ ഉണ്ട്, മനസ്സിലായി. അത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കും. ഓർഡർ ഡെലിവേർഡ് ഉണ്ട്. ഈ ഓർഡർ കിട്ടിയ പേയ്മെൻറ്റ് 28 രൂപ 33 പൈസയാണ്. നമുക്ക് ടിക്കറ്റ് റൈസ് ചെയ്യാം. അടുത്ത ഓർഡർ അടിക്കുന്നത് എൻ്റെ അമ്മ ബാർബിക്യൂ നാഷൻ. ഈ ഓർഡർ എടുക്കണോ? കട്ടി വിട്. പേഴ്സണൽ എമർജൻസി. ഓക്കെ എത്ര തന്നെ മതി വീട്ടിൽ പോവാം. ഈ ഓർഡർ കൊടുത്ത് വരുമ്പോൾ അരമണിക്കൂറാവും. കിട്ടുന്ന 20 രൂപയാണ്. സംഭവം ലോങ് ഓർഡർ ട്രൈ ചെയ്യായിരുന്നു അല്ലേ? ശരി വാ അപ്പോൾ വീട്ടിൽ പോകാം. അത്ര തന്നെ. ഇന്നത്തെ ജോലി കഴിഞ്ഞുകൊണ്ട് നേരെ വീട്ടിൽ പോയിട്ട് വല്ല ഫുഡ് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണം. നേരത്തെ പോയി ഇന്ന് രാത്രി ഓടാൻ പറ്റുമെന്നൊന്നുമില്ല. ഗിഗ് ബുക്ക് ചെയ്തില്ലല്ലോ. ഓക്കെ കുറച്ച് സാധനം വാങ്ങാനുണ്ട്. ഇതൊക്കെ ഒന്ന് വാട്സാപ്പ് നോക്കട്ടെ. കുറേ ലിസ്റ്റ് കാണും എന്തായാലും. പാല്, ദോശമാവ്, എണ്ണ, ഒരു ദോശമാവ്. ഇവിടെ 3 പാലേ. പാമ്പയിലുണ്ടാ? ഓക്കെ പോകാം. ഇവിടെ പാലില്ലെന്ന് പറഞ്ഞ് മാവും എണ്ണയും മാത്രമേ വാങ്ങിച്ചോളൂ. പിന്നെ 5 മുട്ടയും വാങ്ങിച്ചു. ഇനി വാങ്ങേണ്ടത് പാമ്പേഴ്സ് വാങ്ങിയാവുണ്ട്, പാല് വാങ്ങിയാവുണ്ട്, വൈഷുന് കേക്ക് നാളത്തേക്ക് സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട്. ഇത്ര തന്നെ, വേറെ ഒന്നുമില്ലല്ലോ. പോന്നാ നേരെ വീട്ടിൽ പോകാം. ബാ കമൺ കൊയ്ക്ക് 3 പാല്. കേക്ക് വേണമായിരുന്നു. ഇത്രയും എല്ലാം കൂടെ 3 പാല് കേക്ക്. ആ എന്ത് ഫേമസ് ആവും ഇങ്ങനെയൊക്കെ. കടയ്ക്ക് പ്രൊമോഷൻ അല്ലേ, 10 പേര് വരും. ആ ഇവിടുത്തെ കടയുടെ ഓണർ നാണമാണ്. കടയുടെ ഓണറല്ലേ? ഓക്കെ 16 രൂപ. പോട്ടെന്നാ, കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ എന്തോ നമ്മളെ ആൾക്കാരെ കാണിക്കാതെ ആരെ കാണിക്കാൻ പോകണം. ശരി പോകുന്ന അടുത്ത് എന്ത് വാങ്ങിയോണ്ട് നീ? പാമ്പേഴ്സ് അല്ലേ? പാമ്പേഴ്സ് മീഡിയം. ഒന്ന് ഇത്ര. അതും കൂടെ കാണിച്ച കാര്യം കഴിഞ്ഞു. 27 20 5 6. ഓക്കെ 27 പോടാ. ഓക്കെ ആൾ ഐറ്റംസ് ഈസ് പർച്ചേസ്ഡ്. പോലീസ് വയ്ക്കണം. എന്ത് സംഭവം ഇവിടെ? പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചവ അടിപൊളി ക്യാൻസൽ ആ വാട്ട് ഈസ് എ മാറ്റർ ഓഫ് കളിപ്പ്. എന്ത് സംഭവം എന്തോ ഇവിടെയില്ല. ഒരു ലോഡ് സാധനമുണ്ട് ബാഗിൻ്റെ അകത്ത്. വെയിറ്റ് സഹിക്കാൻ പറ്റില്ല. തോള് വേദന. എൻ്റെ അമ്മോ നല്ല വിശപ്പ് കാരണം ലൈറ്റായിട്ട് തലവേദന ഉണ്ട്. അപ്പോൾ തലവേദനയും തോൾ വേദനയും കഴുത്ത് വേദനയും എല്ലാം കൊണ്ട് കൊള്ളാം. ഓക്കെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ഗോതമ്പ് പുട്ട് 2 പാളയം കൂടെ പഴം കഴിക്കാം. നല്ല വിശപ്പെട്ടു, രക്ഷയില്ല. ഇനി കഴിച്ചില്ലെങ്കിൽ തലാറി വീഴുകയും. പണ്ടൊക്കെ ഈ പഴത്തിനോട് പഞ്ചസാര ഇടുമായിരുന്നു. ഇപ്പോൾ പഞ്ചസാര കുറച്ച്, കാരണം വെയിറ്റ് ലോസ് ആയതുകൊണ്ടേ കൂടുതൽ കൂട്ടാൻ പാടില്ല പഞ്ചസാര. ഓക്കെ ഈ പുട്ടും പഴം വരവുമ്പോഴേ ചിലർ പിടിക്കൂലല്ലേ? നമുക്കിതൊരു ഹരമാണ്. വരവി നല്ല കുഴ ഞാൻ പഴം വെച്ച് പഞ്ചാര ഇടില്ലെന്ന്. പിന്നെ ഈ 1 കുറ്റി പുട്ട് 2 പഴം തികയില്ല കേട്ടോ. 4 പഴം വേണം. ഓക്കെ നല്ല പോലെ വരയിട്ടുണ്ട്. മതി. ഇനി വരവിയ പേസ്റ്റ് ആയിരിക്കും. ആഹാ സൂപ്പർ സ്വർഗം. ഓക്കെ അപ്പോൾ എൻ്റെ വേറെ ഒന്നും പറയാനില്ല. ഇന്നത്തെ ഓട്ടം കഴിച്ചിട്ടുണ്ട്. ഓട്ടം അത്ര പോരാ, ആവറേജ് ആണ് റണ്ണിങ്സ്. പിന്നെ ഇന്നത്തെ ഫുഡ് സൂപ്പർ, രക്ഷയില്ല. നല്ല ഗോതമ്പ് പുട്ടും പഴമായിട്ട് വരെ കഴിച്ചപ്പോൾ നല്ല ഒരു ഉഗ്ര എനർജി ആയിട്ടുണ്ട്. ഒരു പറ്റിക്ക് വാ, ഒരാളെ കാണിച്ചിരാം. ഇതാരെന്ന് മനസ്സിലായ? ഇവിടെ വല്ലപ്പോഴേ കാണിക്കോളൂ. ഇതാണ് ഗീ, വാസു ഗീ. എന്താ മക്കളെ ആരും മനസ്സിലായ ഇതൊക്കെ? ഇങ്ങനെയൊക്കെ പാടിച്ചിരിക്കും ഭയങ്കരമായിട്ട്. ചിരിക്കാനതാ. അപ്പൊ ഈ ഭയങ്കര വിശപ്പ്. ഇപ്പൊ കഴിക്കണം പോണതേ ഉള്ളൂ ഫുഡ്. നീ കഴിച്ചാ? എപ്പം നോക്കിയാലും വായിക്കാത്ത വിരല് കടിച്ച് വിരലിനെ അങ്ങനെ തേഞ്ഞു കൊടുക്കും. മതി കടിച്ചത്. ആര് പറഞ്ഞു മ്യാവൂ ഞാനാ നിങ്ങളുടെ കാത്തു. ഉറക്കപ്പിച്ചേട്ടാ, അതാണ് പ്രശ്നം. ഇല്ലെങ്കിൽ ചിരിക്കും നല്ല പോലെ. അച്ചിൻ മുകളിൽ കേറാം കിട്ടൂനുമ്മ കൊടുക്കാം. ശരിപ്പാ എൻ്റെ. അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും കുറച്ച് സെന്റ് അടിക്കുക, നെക്സ്റ്റ് എപ്പിസോഡ് മൂവ് ആകുക, മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കുക. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. പറ എല്ലാ പിജി പറ. അപ്പൊ എല്ലാ പിജി കട്ടക്ക് നിൽക്കണം.